ഇച്ചായ പാല് പിടിച്ചു. ഗ്രേസി ആന്റി അങ്കിളും കൂടെ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നെന്ന്. ഗ്രേസി ആന്റി അങ്കിളും കൂടെ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരുന്നെന്ന്. ഇങ്ങോട്ടോ? ആ, അവരിവിടെയൊക്കെ കറങ്ങിടക്കാൻ വേണ്ടി വരുന്നതാ. അപ്പൊ നമ്മളും കൂടെ ചെല്ലുവോന്ന്. നമ്മളും കൂടെ ചെല്ലുവോന്ന് അവരുടെ കൂടെ. അടുത്ത ആഴ്ച ഏത് ഡേറ്റ്? ഡേറ്റ് പറഞ്ഞില്ല. ഡേറ്റ് വേണ്ട, അടുത്ത ആഴ്ചയല്ലേ, നടക്കത്തില്ല. അടുത്ത ആഴ്ച ഹോസ്പിറ്റലിലും തിരക്കുണ്ട്, പിന്നെ എനിക്ക് ഡിസ്ട്രിക്ട് ഓഫീസിലും ഒക്കെ പോകേണ്ട കാര്യമുണ്ട്. ഹോസ്പിറ്റലും ഡിസ്ട്രിക്ട് ഓഫീസുമായിട്ട് ഓടി നടക്കുമ്പോഴേ രാവിലെ 8 മണിക്ക് പോയിട്ട് പിന്നെ അർദ്ധരാത്രിക്ക് തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. നടക്കത്തില്ല. 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 ആ, അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞാലാ നടക്കുന്നത്? എപ്പോഴും ഇച്ചായന് തിരക്കാണ്. എന്നെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, അത് തന്നെ കാര്യം. ഇനി സർക്കാർ ഉദ്യോഗസ്ഥർ അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല, അതാ ഞാൻ പറഞ്ഞത്. അയ്യോ, ഓ, ഈ ലോകത്ത് ഇച്ചായ മാത്രമല്ലേ ഉള്ളൂ സർക്കാർ ജോലിക്കാരനായിട്ട്, വേറെ ആരും ഇല്ല. ഇതിൽ വലിയ ഓഫീസർമാർ ഇവിടെയുണ്ട്. അവരെല്ലാം ലീവ് എടുത്ത് തോന്നിയ സ്ഥലങ്ങളിലൊക്കെ പോകുന്നുണ്ട്. ആയിക്കോട്ടെ. ഇച്ചാൻ ഇവിടുത്തെ മുഖ്യമന്ത്രി ഒന്നും അല്ലല്ലോ, വെറും ഒരു മൃഗഡോക്ടർ അല്ലേ. മൃഗഡോക്ടറിന് മൃഗഡോക്ടറിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ടാവും. എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള തിരക്കുകളുണ്ട്. അത് പിന്നെ മനസ്സിലാവണമെങ്കിലേ നിനക്ക് ജോലി ഉണ്ടാവണമായിരുന്നു. കണ്ട 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 പറഞ്ഞ് 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 എന്റെ ജോലി കാര്യത്തിലെത്തി. ഇതിപ്പോ എന്റെ ബന്ധുക്കാരുടെ സ്ഥാനത്ത് ഇച്ചായന്റെ ബന്ധുക്കാരായിരുന്നു വന്നിരുന്നെങ്കിൽ ഒരാഴ്ച ലീവ് എടുത്ത് ഇവിടെ പെറ്റ് കിടന്നേനെ. ഇതിനു മുൻപേ ഞാൻ എന്റെ ബന്ധുക്കൾക്ക് വേണ്ടി എപ്പോഴാ ലീവ് എടുത്തിട്ടുള്ളത് ഒന്ന് പറഞ്ഞേ. അതിന് ഇച്ചായന്റെ ബന്ധുക്കാരും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ലീവ് എടുക്കാനായിട്ട്. നിന്റെ ഈ ഊഹവും സങ്കല്പവും ഒക്കെ മതിയാക്കിയിട്ട് അവര് വരുമ്പോഴേ നീ പൊക്കോ, എനിക്ക് തർക്കമില്ല. ആ, അവര് വരുമ്പോ ഞാൻ പൊക്കോളാം. അപ്പൊ ആലീസിന്റെ ഭർത്താവ് എന്തെന്ന് ചോദിക്കുമ്പോ ചത്തുപോയിന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കട്ടെ. പറ, ചത്തെന്ന് പറ. നീ അങ്ങനെ നിന്നെ കൊണ്ട് പറയാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. നീ അങ്ങനെ പറയൂ, എനിക്കറിയാം. എന്തുവാടി? നീ കൊച്ചു കുട്ടിയൊന്നുമല്ല കാര്യം പറഞ്ഞാൽ മനസ്സിലാവാത്ത. എനിക്ക് വരാൻ പറ്റാഞ്ഞിട്ടല്ലേ നിന്റെ കൂടെ. ഇച്ചായന്റെ ഒരു ധാരണയുണ്ട്, ഇച്ചായ മാത്രമേ ഈ ലോകത്ത് സർക്കാർ ജോലിയായിട്ടുള്ളു, വേറെ ആർക്കും ഇല്ലാന്ന്. അങ്ങനെയല്ല, ഒരുപാട് പേർക്ക് സർക്കാർ ജോലിയുണ്ട്. അവരൊക്കെ ലീവ് എടുക്കുന്നതുകൊണ്ട് അവരൊക്കെ കറങ്ങാൻ പോകുന്നുണ്ട്. ഞാൻ ആവശ്യത്തിന് ലീവ് എടുത്തിട്ടുണ്ടല്ലോ. ഇതിപ്പോ നീ എന്താണ് ഇങ്ങനെ ഈ ജോലിയുടെ ഉത്തരവാദിത്തം നീ എന്താ മനസ്സിലാക്കാത്തത്? എന്താണ് 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 ജോലിയുടെ ഉത്തരവാദിത്തം എന്താ മനസ്സിലാക്കാത്തതെന്ന്? ഇപ്പൊ ഇച്ചായം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് ഈ ജോലിയുടെ ഉത്തരവാദിത്തം ഒന്നും എനിക്കറിയത്തില്ല എന്നല്ലേ ഇച്ചായൻ ഉദ്ദേശിച്ചത്? അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അങ്ങനെ തന്നെയാണ് ഇച്ചായൻ ഉദ്ദേശിച്ചത്. എന്നെ കല്യാണം കഴിക്കുമ്പോ ഇച്ചായൻ അറിയത്തില്ലായിരുന്ന എനിക്ക് ജോലിയൊന്നും ഇല്ലാന്ന്? പിന്നെ എന്തിനാ എന്നെ കല്യാണം കഴിച്ചത്? നീ ഇത് എന്തുവാ ഈ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞ എന്താ നീ പറഞ്ഞോണ്ട് വരുന്നത്? എന്താ എടി, നിനക്ക് ഈ ജോലിയുടെ സീരിയസ്നെസ് കുറിച്ച് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. നീ എന്തിനാ വെറുതെ വാശി പിടിക്കുന്നത്? നിങ്ങൾ ആണുങ്ങൾക്കൊക്കെ ഒരു ധാരണയുണ്ട്, നിങ്ങൾ മാത്രമേ ഈ സർക്കാർ ജോലി ഓഫീസിൽ പോയി പണിയെടുക്കുന്നുള്ളത്. ഞങ്ങൾ പെണ്ണുങ്ങള് ഇവിടെ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്നത് അതിനൊരു വിലയില്ലേ? ഞാൻ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ട് ഓരോന്നൊക്കെ ഉണ്ടാക്കി ഉരുട്ടി ഇച്ചായന് തരുന്നതുകൊണ്ടാണ് ഇച്ചായൻ അത് കഴിച്ചിട്ട് തടിച്ച് കൊഴുത്തിരിക്കുന്നത്. മനസ്സിലായി? പറഞ്ഞാ മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നീ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുന്നത് പണിയല്ലാതെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ പറയാതെ ഒരു ദിവസം നീ പെട്ടെന്ന് തന്നെ അടുക്കളയിൽ നിന്ന് നീ ലീവ് എടുക്കുന്നു, നമ്മുടെ അവസ്ഥ എന്താവും? പട്ടിണി കിടക്കും. ആവുമല്ലോ. ഒരു പ്രധാന ദിവസം ഞാൻ പറയാതെ ലീവ് എടുക്കുകയാണെങ്കിൽ അത് എന്നെ ജോലിയെ ബാധിക്കും. മനസ്സിലായി മനസ്സിലായി. ചെല്ല് പോ. പാടിക്കോ പാടിക്കോ. എല്ലാണ്ട് വിശേഷമൊക്കെ? നല്ല വിശേഷം. എന്താ പറ്റി? മുഖമൊക്കെ വല്ല ചുളുങ്ങിയൊക്കെ ഇരിക്കുന്നത് എന്നാ പറ്റി? രാവിലെ തന്നെ ആലീസ് വഴക്കുടങ്ങിയിട്ടുണ്ട്. എന്താ വിഷയമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പെണ്ണ് വിഷയമായിരിക്കുമല്ലോ. ഇപ്രാവശ്യം ഇച്ചിരി മാറ്റമുണ്ട്, പെണ്ണ് വിഷയമല്ല. അപ്പം ഇംപ്രൂവൈസേഷൻ ഉണ്ട് പുള്ളിക്ക്. നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എന്നാ പറ്റിയപ്പോ? അടുത്ത ആഴ്ച ഞാൻ ലീവ് എടുക്കണമെന്ന്. അവളുടെ അങ്കിളും ആന്റിയും വരുന്നുണ്ടെന്ന്. അതിന് ലീവ് എടുത്ത് നാട്ടിൽ പോകണോ അത്രേ. നമുക്ക് സർക്കാർ ഉദ്യോഗമില്ല, അങ്ങനെ പെട്ടെന്ന് ലീവ് എടുക്കാൻ പറ്റുമോ? ഇതൊക്കെ ഈ പെണ്ണുങ്ങളോട് വല്ലതും പറഞ്ഞേച്ച് കാര്യമുണ്ടോ? എന്റെ വീട്ടിലെ അവസ്ഥ ഇത് തന്നെ സാറേ. സർക്കാർ ഉദ്യോഗം കിട്ടിയോ? സർക്കാർ ഉദ്യോഗസ്ഥം കിട്ടിയെന്നുള്ളതല്ല, ഇപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് സുമിത്രയോട് പറയാം, എന്റെ സുമിത്ര ഞാൻ തിരി തിരക്കാം എന്നെങ്ങാനും പറഞ്ഞ അത് എവിടെയായി എന്നതായി എപ്പോഴാകും ഇപ്പൊ അങ്ങ് തുടങ്ങും. ഞാൻ പറയുന്നത് ഈ വീട്ടിലിരിക്കുന്ന ഈ പെണ്ണുങ്ങളെ വല്ല ജോലിക്കും പറഞ്ഞു വിടണം. ജോലിക്ക് വിട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ടാവും. എന്നാ? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ വരുമാനം കൂടെ നമ്മുടെ കയ്യിലോട്ട് കിട്ടുക. അപ്പൊ കാശിന്റെ ബുദ്ധിമുട്ട് അങ്ങ് മാറി കിട്ടും. 2, ഒരു ജോലിയിലേക്ക് അങ്ങ് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ആ ജോലിയുടെ വിഷമം എന്നാന്നുള്ള കാര്യം ഈ പെണ്ണുപിള്ളമാർക്ക് അറിയാൻ പറ്റും. വെറുതെ വീട്ടിലിരിക്കുന്ന പെണ്ണുപിള്ളമാരോട് ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവത്തില്ല. 3, സ്വന്തമായിട്ട് ജോലിയും തിരക്കും ഒക്കെ ആകാൻ നേരത്ത് അവരതിന്റെ പുറകെ അങ്ങ് പൊക്കോളും. നമ്മുടെ നെഞ്ചത്ത് കയറാൻ വേണ്ടി വരുവോ ഇല്ല, നമുക്ക് ഇരട്ടി സന്തോഷവും കിട്ടും. സംഭവമൊക്കെ ശരിയാ. അതിന് ആലീസിന് വല്ല ജോലിയും കിട്ടണ്ടേ? ജോലി കിട്ടിയാൽ തന്നെ അവള് പോകത്തുമില്ല. സാറിന് സമ്മതമാണെന്നുണ്ടെങ്കിൽ ആലീസിനെ ജോലിക്ക് പറഞ്ഞു വിടുന്ന കാര്യം ഞാനേ. ഒന്ന് പോവാ എത്ര.
ഞാനൊരു സാധനം ഏറ്റു കഴിഞ്ഞാൽ അത് ഏറ്റാ. സാറിന് അറിയാമല്ലോ, പവിത്രനെ അറിയാമല്ലോ. എന്ത് ജോലി? ടൗണിൽ എൻ്റെ ഒരു കൂട്ടുകാരുടെ ഒരു ബ്യൂട്ടി പാർലറുണ്ട്. ആ. അവിടെ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അവിടുന്ന് പഠിച്ചിറങ്ങിയ അവിടെ തന്നെ ജോലി. ഇപ്പം ആലീസിനാകുമ്പോൾ അവിടെ ജോലി ചെയ്യണമെന്നില്ല. ഇഷ്ടം പോലെ കാശുണ്ട്, ഒരു ബ്യൂട്ടി പാർലർ അങ്ങ് കിട്ടാൽ മതി. എന്നാ പറയുന്നത്? ആരാ ഈ സ്ഥാപനം നടത്തുന്നത്? നിരുപമയെന്ന് പറയും. ആര്? നിരുപമ. ഇത് KSRTC സ്റ്റാൻഡിന്റെ അടുത്തുള്ള ആ ബ്യൂട്ടി പാർലറിലെ നിരൂപമയാണോ? അത് നിരുപമ സാറിന് അറിയോ? എന്റെ പൊന്ന് പവിത്ര, വേറെ ആരെയും കിട്ടിയില്ലേ? എന്തോ ഈ നിരുപമ എനിക്ക് അറിയാന്നേ. സാറിന് എങ്ങനെ അവളെ അറിയാം? അവർക്ക് വീട്ടിൽ 3-4 പട്ടികളുണ്ട്. അവർ സ്ഥിരമായിട്ട് ഈ പട്ടികളെയും കൊണ്ട് എന്റെ ആശുപത്രിയിൽ വരും. വന്നു കഴിഞ്ഞാൽ പിന്നെ കൊഞ്ചലും കുഴയലും ഒക്കെ ആയിട്ടുണ്ടല്ലോ. ഓ, വെളിയിൽ വെച്ചെങ്ങാനും കാണുകയാണെങ്കിൽ നമ്മളെ പിടിച്ചു നിർത്തി അടുത്ത് വന്ന് സംസാരിക്കും. വേറെ ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നോണ്ടല്ലോ നമ്മൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് തോന്നും. ഈ ഇടയ്ക്ക് ഞാൻ കാറിൽ പോവായിരുന്നേ. അപ്പൊ അവര് പെട്ടെന്ന് തന്നെ കൈ കാണിച്ചു. എന്നിട്ട് ഞാൻ നിർത്തി കൊടുത്തു. എന്താ കാര്യമെന്ന് അറിയണമല്ലോ. നിർത്തിയത് ചാടി കയറി വണ്ടിയിലിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു എന്നെ നേരെ കൊണ്ട് വീട്ടിൽ വിടാനായിട്ട്. വീട്ടിലോട്ട് പോയോ കാറിൽ? എന്നെ വീട്ടിൽ കൊണ്ട് വിടേണ്ടി വന്നു. ഈ വിവരം എങ്ങാനും ആലീസ് അറിഞ്ഞോളൂ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളെല്ലാരും കൂടെ കോട്ടയത്ത് പോകേണ്ട വരത്തില്ലായിരുന്നു. എന്തിന്? സാറിന്റെ ചവാടത്തിന് വേണ്ടിയിട്ട്. തീർച്ചയല്ലേ. സാർ അത് വലിയ കാര്യമാക്കൊന്നും വേണ്ട. സാറും അവരും തമ്മിലുള്ള പരിചയം ഉണ്ടെന്നുള്ള കാര്യം ആലീസ് അറിയാതിരുന്നാ പോരെ? അതൊക്കെ പറ്റുമോ? അതൊക്കെ അങ്ങ് ഞാൻ പറ്റിക്കും. ആ കാര്യം ഞാൻ നിരുമയോട് പറഞ്ഞ് ഞാൻ സമ്മതിപ്പിച്ചോളാം. എന്റെ സാറിന്റെ കാര്യമാകുമ്പോൾ പുള്ളിക്കാരിക്ക് ഭയങ്കര ഇൻട്രസ്റ്റും കൂടെ ആയിരിക്കും. അവസാനം വെളുക്കാൻ തേച്ചത് പാണ്ടാവൂ? ഒരു പാണ്ടും ആവുമല്ല. പക്ഷെ വേറൊരു കാര്യം, ആലീസിനെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യം സാറേറ്റണം. ആലീസിനെ ഞാൻ എങ്ങനെ പറയാം? അത് പവിത്ര. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കത് കലിച്ച് ഞാനിങ്ങനെ. അത് വേണ്ട, അതങ്ങ് വിട്ടേരെ. എന്തുപറ്റി? ഇല്ലെന്ന് വീട്ടിൽ ചെന്ന് കേറിയ ബഹളവാ. ഇപ്പൊ ഞാൻ കണ്ടാ സുമിത്രയായിട്ട് ബഹളം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാ. ആണോ? എന്തുപറ്റി കാര്യം? അവക്ക് വീട്ടിലിരിക്കാൻ മേലെന്ന്. ഒന്ന് കേൾക്കണേ, നമുക്ക് വീട്ടിലിരിക്കാൻ മേല. അവൾക്ക് ഇപ്പൊ ജോലിക്ക് പോകണം. 10 പൈസ സമ്പാദിച്ചാൽ അത്രേ ആവുമല്ലേ. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് ജോലി ഉണ്ട്, ഒരു അന്തസ്സാണ്. അന്തസ് എന്തിനാ? ജോലിയുടെ ഒന്നും ഒരു ആവശ്യമില്ല. പെണ്ണുങ്ങൾക്ക് അന്തസ് വേണമെങ്കിൽ വീട്ടിൽ ഇരുന്നാലും മതി. എന്റെ കൊച്ചിനെ തന്നെ നോക്ക്, ഒരു ജോലിക്ക് ഇന്നേ വരെ പോയിട്ടില്ല. അന്തസ്സിന് എന്തെങ്കിലും കുറവുണ്ടോ? ഇച്ചിരി നീങ്ങി നേടി. ഇത് അന്തസ്. അങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞ അങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നേടി. ഇങ്ങോട്ട് നിൽക്കാൻ പറഞ്ഞ എന്ത് ഇങ്ങോട്ട് നിൽക്കും. അതാണ് അന്തസ്. എന്റെ കൊച്ചിനെ കണ്ടുപിടിക്കും. അയ്യോ, ഈ സുമിത്രയുടെ ഒക്കെ ഒരു കാര്യം ഒന്ന് ആലോചിച്ചോണേ. എൻ്റെ ആലീസ് ഇത് കേൾക്കണേ. ടൗണിൽ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അതിൻ്റെ ഉടമസ്ഥത പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, നിരുപമയെന്ന് പറയും. അവിടെ ഇപ്പോൾ ഈ പിള്ളേരെയൊക്കെ ബ്യൂട്ടീഷ്യൻ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. എന്ത് ചെയ്യുമെന്ന് പറയാം. പക്ഷെ വേറൊരു കാര്യം, അവിടെ പഠിച്ചിറങ്ങി അവിടെ തന്നെ ജോലിയാണ്. ഭയങ്കര സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ, എന്നാ സെറ്റപ്പാന്ന് അറിയോ അവിടെ. ഇപ്പം അവിടെ പോകണമെന്നും പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുക സുമിത്ര. അതിന് പാൻ പിടിച്ച എൻ്റെ എവിടെ ഇരിക്കുന്ന കാശ്. കാശില്ലാത്ത നമുക്ക് അവിടെ എത്തിപ്പെടാൻ പോലും പറ്റുമല്ലോ. പക്ഷേ കാശുള്ളവർക്ക് ഇതിലിറപ്പം ആലീസിനൊക്കെ പറ്റും കേട്ടോ. കാര്യം പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബ്യൂട്ടി പാർലർ സ്വന്തമായിട്ടാണ് കിട്ടേക്കണം. ഒരു ബ്യൂട്ടി പാർലറൊക്കെ സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതെൻ്റെ ദൈവം എന്നാ ഗമയായിരിക്കും. സാറിനോട് പറഞ്ഞാൽ പോരെ ഒരു ബ്യൂട്ടി പാർലർ കിട്ടു തരാൻ വേണ്ടിയിട്ട്. ഇനി പിന്നെ വേറെ പൈസയുടെ ആവശ്യത്തിന് വേണ്ടി സാറിൻ്റെ അടുത്ത് നിന്ന് കൈ കിട്ടേണ്ട ആവശ്യവും വരത്തില്ല. പവിത്ര, മറ്റേ പേര് പറഞ്ഞല്ലോ. അല്ല, മറ്റേ പാർലറുള്ള നിരുപമ. ആ, ഈ നിരുപമ എന്നെ പഠിപ്പിക്കൂ? പഠിപ്പിക്കുമോന്ന് എന്നാ ചോദ്യമാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഡോക്ടർ സമ്മതിക്കണ്ടേ. അപ്പൊ ഞാൻ പറയട്ടെ, എനിക്ക് പോയിട്ട് കുറെ പരിപാടിയുണ്ട്. പൈസ എവിടുന്ന് ഉണ്ടാക്കാൻ? ചായ ഇങ്ങോട്ട് നോക്ക്. ഞാനൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ഇച്ചായൻ്റെ അടുത്ത് ചോദിക്കട്ടെ. വളച്ചു കെട്ടില്ലാതെ ആത്മാർത്ഥമായിട്ട് എൻ്റെ പൊന്നുമക്കളെ ചോദിക്കേ. ഞാൻ ഇവിടെ ഇങ്ങനെ പണിയൊന്നും ഇല്ലാതെ ഓരോന്നൊക്കെ ആലോചിച്ചൊക്കെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇച്ചായനോട് എപ്പോഴും വഴക്കിടുന്നതെന്നല്ല ഇച്ചായൻ പറയുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് നമുക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല. ബാക്കിയുള്ളവരെ കൂടെയൊക്കെ കൺസിഡർ ചെയ്യണം എന്നേ ഉദ്ദേശിച്ചു. എന്താന്ന് പറഞ്ഞ ജോലിയല്ലേ? അതാ ഞാൻ പറഞ്ഞു വന്നത്. ഞാനൊരു ജോലിക്ക് പോയാലോ? എന്ത് ജോലി? കണ്ട 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 എന്ത് കണ്ട കണ്ട കണ്ട? ഞാനൊരു കാര്യം പറഞ്ഞപ്പോ തന്നെ ഇച്ചായൻ അത് തമാശിച്ച്. തമാശിച്ചല്ലടി. ആണ്. എനിക്ക് ഡിഗ്രി ഒന്നും ഇല്ലാത്തോണ്ടല്ലേ ഇച്ചായൻ പറഞ്ഞ എനിക്ക് ജോലി കിട്ടത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഡിഗ്രി ഇല്ലാത്ത എത്രയോ പേര് നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ജോലിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെന്ത് ജോലിയാണെന്ന് ഞാൻ ചോദിച്ചത്. ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങിയാലോ? അതിന്റെ കൂടെ ഒരു ടൈലറിംഗ് ഷോപ്പ്.
നല്ല ലാഭം കിട്ടും ചായ. ലാഭത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, എനിക്ക് ഈ പറഞ്ഞ പണി വല്ലതും അറിയാവോ? പിന്നെ ടൈലറിങ് എനിക്ക് അറിയത്തില്ല, പക്ഷെ അതിന് ആളെ വെക്കാം. ബ്യൂട്ടീഷ്യൻ പോയി പഠിക്കാം. രണ്ടും അറിയില്ല. അങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. ബ്യൂട്ടീഷ്യൻ പോയി പഠിച്ചിട്ട് പിന്നെ കുറച്ച് നാള് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുമല്ലോ. ആരാ പഠിപ്പിക്കാൻ പോകുന്നത്? പഠിപ്പിക്കാനൊക്കെ ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ആരാണാവോ? നിരുപമ. നിരുപമ? അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. അങ്ങനെ ഒരു പേര് ഇച്ചായം കേൾക്കാനായിട്ട്. അവരൊരു ബ്യൂട്ടീഷ്യൻ അല്ലേ. അവർക്ക് ടൗണിൽ വലിയൊരു ഷോപ്പുണ്ട്, നിറച്ച് സ്റ്റാഫും ഉണ്ട് അവിടെ. ടൗണിൽ എവിടെ? ബസ് സ്റ്റാൻഡിൽ. ബസ് സ്റ്റാൻഡില്? ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ ഞാൻ പോകുന്നതാണല്ലോ. ഞാനിങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. എന്റെ ഇച്ചായം ശ്രദ്ധിക്കാണ്ടായിരിക്കും. പവിത്രനൊക്കെ ഈ ഷോപ്പ് അറിയാം, അവിടെ ഒരുപാട് സ്റ്റാഫ് ഉണ്ടെന്നാ പറഞ്ഞത്. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു പാർലർ തുടങ്ങാം. പിന്നെ വെച്ചടി കയറ്റുമായിരിക്കും. ആലിസേ, ബിസിനസ് എന്ന് പറയുന്നത് ഒരു തപസ്യയാണ്. നമുക്ക് ഭയങ്കരമായിട്ട് അർപ്പിച്ചാൽ മാത്രമേ അതിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ക്ഷമ അത്യന്താപേക്ഷികമാണ്. നിനക്കാണെങ്കിൽ ക്ഷമ ഒട്ടുമില്ല, പെട്ടെന്ന് ദേഷ്യം വരും, വഴക്കിടും, കൊണ്ട് ബിസിനസ് ലാഭമാവില്ല. അതൊന്നുമില്ല. നിരുപമയുടെ പാർലറിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടെന്നാ പവിത്രം പറഞ്ഞത്. പവിത്രം പറഞ്ഞില്ലേ? പവിത്രം കൊണ്ടുവന്ന ആളാണെങ്കിലേ ആളത്ര വെടുപ്പായിരിക്കില്ല. അയ്യേ ഇച്ചായ, വെറുതെ അറിയാൻ പാടില്ലതിനെ പറ്റിയിട്ട് വെറുതെ അപവാദം പറയരുത്. അറിയുന്നതിന് പവിത്രന്റെ പരിചയക്കാരിയല്ലേ ഇങ്ങനെ ഇരിക്കും. ഇച്ചാൻ എന്തെങ്കിലും ഒരു ദിവസം എന്റെ കൂടെ വാപ്പ അവരെ പരിചയപ്പെടാലോ. വേണ്ട വേണ്ട വേണ്ട, പരിചയപ്പെടേണ്ട ആവശ്യം എന്താ? ഞാൻ അങ്ങനെ പരിചയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. ഇങ്ങനെയുള്ള സ്ത്രീകളെ പരിചയപ്പെട്ടിട്ട് എനിക്ക് എന്ത് ചെയ്യാനാ? ഞാൻ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു, എനിക്ക് പരിചയമില്ലാത്ത ഒരാളെയും ഞാൻ ഇനി പരിചയപ്പെടില്ല. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടാലേ, നമ്മൾ അവരെ പോയി അങ്ങോട്ട് പരിചയപ്പെട്ടാൽ അവർക്കൊരു വില ഉണ്ടാവില്ല. അവർ നമ്മളെ കുറിച്ച് അനാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കും. ഞാനൊരു ജോലിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇച്ചാൻ അതിന്റെ ഇടയിൽ ഇടങ്കോലിടാൻ തുടങ്ങി. എന്താ കാര്യം? എനിക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇച്ചാനെ വഴക്കടിക്കുമ്പോ വിളിച്ച് പോവാൻ പറ്റത്തില്ലല്ലോ. ജോലിയില്ലാത്തോളന്ന് അതല്ലേ ഇച്ചായ? അത് മാത്രമല്ല, 10 വയസ്സോടെ വരുമാനം എനിക്ക് വന്നു കഴിഞ്ഞാൽ ഇച്ചാന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടുണ്ടല്ലോ, എന്തെങ്കിലും താന്ന്. അതിൽ ഇച്ചാനെ ഈഗോ അടിച്ചിട്ടില്ലേ? എന്തെങ്കിലും പറയുമ്പോ പറഞ്ഞാൽ മതിയല്ലോ. ഫോൺ എടുക്കണമില്ലല്ലോ. ഹലോ, ശിവൻകുട്ടിയല്ലേ? ഞാനാ ഓമനക്കുട്ടൻ. അതെ, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് എന്തായി? ശരിയാക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാക്കാന്ന് വെറുതെ പറഞ്ഞോണ്ട് കാര്യമില്ല, ശരിയാക്കണം. എത്ര? 25 ലക്ഷോ? ശരി, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓമനക്കുട്ട, 25 ലക്ഷം പോയിട്ട് 25 രൂപയുടെ കാര്യം പോലും നീ ആലോചിക്കണ്ട, ഞാൻ തരില്ല. ഞാൻ അമ്മാവിന്റെ അടുത്ത് പൈസ ചോദിച്ചില്ലല്ലോ. പിന്നെ നിനക്ക് ലോട്ടറി അടിച്ചു. എന്തിന്? അല്ല, ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന നിനക്ക് 25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ലോട്ടറി അടിക്കണം, അല്ലെങ്കിൽ പിന്നെ കള്ളനോട്ടടിക്കണം. പക്ഷെ അതിന് കുറച്ച് മുതൽ മുടക്ക് വേണ്ടി വരും. അതെവിടെ നിന്ന് കിട്ടും? മാവ, ആരെയും സഹായമില്ലാതെ ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോവുകയാണ്. നല്ല ലാഭവും ഉണ്ടാക്കും. പറ്റിയാൽ ഞാനൊരു വലിയ കോടീശ്വരനും ആകും കേട്ടോ. കുട്ടേടാ, ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞോ? ആലീസ് എന്തോ പഠിക്കാൻ പോകുന്നു. അവൾ ആദ്യം പഠിക്കേണ്ടത് മര്യാദയാണ്. മര്യാദ പഠിപ്പിക്കുന്ന സ്കൂൾ വല്ലതും തുടങ്ങിയിട്ടുണ്ടോ? ബ്യൂട്ടീഷ്യൻ കോഴ്സാ പഠിക്കുന്നത്. പഠിച്ചു കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോകുന്നു. കണ്ട, ആൾക്കാരായ അങ്ങനെ ആയിരിക്കണം. എനിക്ക് തോന്നുന്നു ഈ ആലീസിന് വേണ്ടിയിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങാൻ പോണത് ആലീസിന്റെ അപ്പച്ചനായിരിക്കും. ജോർജ് കുട്ടിയുടെ സമയം. ഇങ്ങനത്തെ അമ്മാവനെ കിട്ടാനും വേണം ഒരു മുജ്ജമ്മ ഭാഗ്യമൊക്കെ. നീ അതെനിക്കിട്ടെന്ന് താങ്ങിയതാണെന്ന് മനസ്സിലായി. ഇതുകൊണ്ടൊന്നും എന്റെ മനസ്സലിയില്ല. കുട്ടേട്ടാ, ഞാനും എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പോട്ടെ. ഇവിടെ ഇരുന്ന് ബോറടിക്കല്ലേ? പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലിക്ക് പോവാലോ എനിക്ക്. ഈ കുടുംബത്തിലെ പെണ്ണുങ്ങളാരും ജോലിക്ക് പോയിട്ടില്ല. നീ ആയിട്ട് അത് മാറ്റാൻ ശ്രമിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. അമ്മാവൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടാ? എന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ സമ്മതിക്കൂല. കഷ്ടം തന്നെ, സമ്മതിക്കണം. മോളെ സുലോചനെ, അബദ്ധത്തിൽ പോലും നീ ഇപ്പൊ പറഞ്ഞതുപോലെ അവന്റെ മുമ്പിൽ വെച്ച് സംസാരിക്കരുത്. നീ ജോലിക്ക് പോയി കാശുണ്ടാക്കി കൊണ്ടുവരും എന്ന് കണ്ടാൽ അത് അവനൊരു അവസരമാണ്. ഇപ്പൊ ജോലിയിൽ നിന്ന് ലീവ് എടുത്തതേയുള്ളൂ. നീ ജോലിക്ക് പോകുമെന്ന് കണ്ടാൽ അന്ന് അവൻ ജോലി രാജിവെക്കും, ഉറപ്പാ. ഇതാര്?
എന്തൊരു അത്ഭുതാന്ന് നോക്കണേ. ഞാൻ ഇച്ചാനോട് രാവിലെ പറഞ്ഞതേ ഉള്ളു സുലോചനെ ഈ വഴി കണ്ടിട്ട് കുറെ നാളായല്ലോ എന്ന്. കൊറേ കാലോട് വിചാരിക്കണം ഇങ്ങോട്ട് വരണമെന്ന്. പക്ഷെ സമയം കിട്ടിയിട്ട് വേണ്ടേ? വീട്ടിലെ രണ്ടാണുങ്ങളുള്ളത് രണ്ട് കണക്കാ. ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്യൂല. വാ അകത്ത് വന്നിട്ട് സംസാരിക്കാം. വാ വാ. സുലോചനക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ചായ വേണോ കാപ്പി വേണോ? ചായയും വേണ്ട കാപ്പിയും വേണ്ട, ഞാൻ രണ്ടും കുടിക്കൂല. ആണോ? എന്നാ പറ, എന്തൊക്കെയാ വിശേഷങ്ങള്? ആലീസ് എന്തോ പഠിക്കാൻ പോകുന്നു, പഠിച്ചു കഴിഞ്ഞിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങുന്നു എന്നൊക്കെ പവിത്രം പറഞ്ഞു. എന്റെ പൊന്ന് സുലോചനെ, ഇതുവരെ അങ്ങനത്തെ ആലോചനയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വെറുതെ ഇരിക്കുകയല്ലേ, അപ്പൊ എന്തെങ്കിലും പഠിക്കാലോ എന്ന് വിചാരിച്ച്. ഇതിപ്പോ ജോലിയാവും, ബോറടി മാറും, നമ്മുടെ കയ്യിൽ കുറച്ച് പൈസയും ഇരിക്കും. ഞാനും ഇതൊക്കെ വീട്ടിൽ പറഞ്ഞതാ, പക്ഷെ അച്ഛൻ സമ്മതിക്കുന്നില്ല. ആണോ? എന്റെ ദൈവമേ, ഞാൻ ഇവിടെ ഇച്ചാനോട് ഈ കാര്യം പറഞ്ഞപ്പോ തന്നെ ഇച്ചായ ഭയങ്കര ഹാപ്പിയായി. ഹാപ്പി ആകുമല്ലോ. നിരുപമയുടെ അവിടെയല്ലേ പഠിക്കാൻ പോകുന്നത്? അതെ. ജോർജ് കുട്ടി ഹാപ്പി ആകും. എന്താ മനസ്സിലായില്ല? നിരുപമ ജോർജ് കുട്ടിയുടെ ഹോസ്പിറ്റലിലെ സ്ഥിരം കസ്റ്റമറാ. അവരുടെ വീട്ടിലെ 3-4 പട്ടികളുണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിന് എന്നും അസുഖമായിരിക്കും. ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് എന്നും ജോർജ് കുട്ടിയുടെ ഹോസ്പിറ്റലിൽ നിരുപമ പോവാറുണ്ട്. നിരുപമ? ആ, അങ്ങനെ ഒരു പേര് ഞാൻ കേട്ടിട്ടേ ഇല്ല. ഞാനൊരു ദിവസേ ഇവർ രണ്ടും കൂടെ നിരുപമയുടെ ബ്യൂട്ടി പാർലറിന്റെ മുന്നിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടു. വെറുതെ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നതാ. ഞാൻ നിരുപമ അറിയാമെന്ന് ജോർജ് കുട്ടിയോട് ചോദിക്കുമ്പോൾ എപ്പോഴും പട്ടിയുടെ കാര്യമാണ് ജോർജ് കുട്ടി പറയുന്നത്. ടൗണിലെവിടെ? ബസ് സ്റ്റാൻഡിൽ. ബസ് സ്റ്റാൻഡില്ല? ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. ബസ് സ്റ്റാൻഡിന്റെ അടുത്തൊക്കെ ഞാൻ പോകുന്നതാണല്ലോ. ഞാനിങ്ങനെ ഒരു സ്ഥാപനത്തെ കുറിച്ച് കേട്ടിട്ടേ ഇല്ല, കണ്ടിട്ടുമില്ല. നിരുപമയ്ക്കാണെങ്കിൽ ജോർജ് കുട്ടിയെ പറ്റി ചോദിക്കാനേ നേരുള്ളൂ. എപ്പോഴും ചോദിക്കും ജോർജ് കുട്ടിയെ പറ്റി. പിന്നെ ഒരു ദിവസം നിരുപമയെ ജോർജ് കുട്ടി കാറിൽ നിരുപമയുടെ വീട്ടിൽ കൊണ്ട് ഇറക്കുന്നുണ്ട്. നിരുപമയുടെ വണ്ടിക്ക് എന്തോ പഞ്ചറായെന്നോ മറ്റോ പറഞ്ഞത്. നിരുപമ ആള് മിടിക്കുക. അവിടെ പഠിക്കാൻ പറ്റിയാലേ ആലീസിന് ധൈര്യമായിട്ട് പാർലർ തുടങ്ങാം. പിന്നെ നിരുപമയെ ഡോക്ടർക്ക് അടുത്തറിയാന്നുള്ളതുകൊണ്ടേ ആലീസിന്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല. എല്ലാം നിരുപമ നോക്കിക്കോളൂ. ഇച്ചായ വന്നെന്ന് തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. സുലോചന ഇവിടെ നിക്കേ. വേണ്ട, ഞാനും പോവാ. അല്ലെങ്കിൽ കുട്ടേട്ടൻ തിരക്കും. പിന്നെ ആലീസ് പാർലർ തുടങ്ങിയിട്ട് വേണം എനിക്ക് അങ്ങോട്ട് വരാൻ. കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അയ്യോ, ഇതിലിനി എന്ത് ചെയ്യാനാ? ഇപ്പൊ തന്നെ നല്ല സുന്ദരിയല്ലേ? അയ്യോ വാ. അല്ല, ഇതായാലും സുലോചനെ എപ്പോ വന്നു? കൊറേ സമയം. ശരി. ഞാൻ ആലീസോട് സംസാരിച്ചിരിക്കായിരുന്നു. ആലീസോട് സംസാരിച്ചിരുന്ന സമയം പോകുന്ന അറിയുന്നു. നന്നായി. ഞാൻ എന്തായാലും ഇറങ്ങുന്നു. കുട്ടേട്ട അവിടെ ചായക്കായിട്ട് കാത്തിരിക്കും. അവനിപ്പോഴും ചായയുടെ അറിയില്ലേ? അയ്യോ, ഞാൻ പഠിക്കാൻ പോണെന്ന് അറിഞ്ഞിട്ട് വന്നതാ സുലോചന. ആണോ? സുലോചനയ്ക്ക് ഒരു ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം കൊണ്ട് ഇച്ചായ. പക്ഷെ ആ ലംബോദര മാഷ് സമ്മതിക്കത്തില്ല. അത് കഷ്ടമായി പോയി. ഞാൻ സുലോചനയോട് പറയായിരുന്നു, എന്റെ ഇച്ചായൻ അങ്ങനെയൊന്നും അല്ല, എന്റെ ഇഷ്ടം എന്താണോ അതൊക്കെ സാധിച്ചു തരുമെന്ന്. അല്ലേ? ആ, ബ്യൂട്ടീഷ്യൻ കോഴ്സ് കഴിഞ്ഞുടൻ ഞാൻ ആലീസിന് വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുക്കും. ഇന്നത്തെ കാലത്ത് സ്ത്രീകളുണ്ടല്ലോ, സ്വന്തം കാലിൽ നിൽക്കണം, സെൽഫ് റിലയന്റ് ആവണം. ഞാൻ നിരുപമയുടെ പാർലറിലാ പഠിക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോ സുലോചനയ്ക്ക് അതിലേറെ സന്തോഷം. ആ, സുലോചന പറയണത് ബ്യൂട്ടീഷ്യൻ പഠിക്കണമെങ്കിൽ നിരുപമയുടെ പാർലർ കഴിഞ്ഞിട്ടേ വേറെ ഉള്ളൂന്ന്. ഓ, അതെന്തായാലും നന്നായില്ലേ? അത് വളരെ നന്നായി. സുലോചന ഇന്ന് ഇവിടെ വന്നത് അതിലേറെ നന്നായി. അതെ അതെ. ഞാൻ ഇച്ചാനൊരു ചായ എടുക്കട്ടെ? ചായ എടുക്കട്ടെ? ചായ എടുക്കും മോളെ. സുലോചന കുടിച്ചതാ. കുടിച്ചോ? കുടിച്ചു. ശരി, ചായ എടുക്കട്ടെ? ഹാപ്പിയായി. അതെ ജോർജ് കുട്ടി, എന്തോ? ആലീസിനൊരു തൊഴിൽ പഠിപ്പിക്കുന്നതൊക്കെ നല്ലതാ. വീട്ടിലിരുന്ന് ബോറടിയും മാറും, സ്വഭാവത്തിൽ കുറച്ച് മാറ്റവും ഉണ്ടാവും, ഉത്തരവാദിത്വ ബോധവും ഉണ്ടാവും. അതായിരുന്നു എന്റെ ഉദ്ദേശം. പക്ഷേ നിരുപമയെ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. എന്തുപറ്റി? ആൾ അത്ര ശരിയല്ല, കുറച്ച് ഇളക്കമുള്ള ആളാ. ഞാൻ പറയാതെ തന്നെ ഡോക്ടർക്ക് അറിയാലോ. ഡോക്ടറുടെ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. ആര് പറഞ്ഞു? അവളെ തന്നെ പറഞ്ഞു. ഡോക്ടറെ കുറിച്ച് പറയുമ്പോ അവൾക്ക് 100 നാവാ. ഡോക്ടറുടെ ചരിത്രമൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചറിയും. ഒരു ദിവസം ഡോക്ടറുടെ കാറിൽ നിരുപമയെ വീട്ടിൽ കൊണ്ടാക്കിയല്ലേ? ആ, അത് നിരുപമയുടെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായത്. ഞാൻ കണ്ടിരുന്നു. ഞാൻ അപ്പുറത്തെ ലേഡീസ് സ്റ്റോറിലുണ്ടായിരുന്നു. അവളുടെ സ്കൂട്ടർ ഇടയ്ക്കിടയ്ക്ക് പഞ്ചറാവാറുണ്ടല്ലേ? അറിയില്ല, പഞ്ചറാവുമായിരിക്കും. ഇപ്പോ എന്നോട് പറഞ്ഞ ഈ കാര്യങ്ങള് ആലീസിനോടും പറഞ്ഞായിരുന്നോ? പറഞ്ഞു, എല്ലാ കാര്യവും പറഞ്ഞു. വള്ളി പുള്ളി തെറ്റാതെ പറഞ്ഞോ? എല്ലാ കാര്യവും പറഞ്ഞു. അവളല്ലേ അവിടെ പഠിക്കാൻ പോകുന്ന, അപ്പൊ എല്ലാ കാര്യങ്ങളും അവൾ അറിഞ്ഞിരിക്കട്ടെ.
വേണം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരണം കേട്ടോ. തീർച്ചയായിട്ടും വരാം. ഉപേക്ഷ വിചാരിക്കരുത്. ഇല്ല ഇല്ല, ഇറങ്ങട്ടെ എന്നാ. എന്നാ പിന്നെ ഓ ആ. ചായ ആ, ചായ ആ. കിളി. ചായ ആ, ആ ചായ ഹാർഷല്ല, ദേഷ്യമില്ല, മയമുണ്ട്. വരുന്നില്ലേ? ആ വരുന്നു. അയ്യോ എന്റെ ചേറ് ഇവിടെ ഇട്ടിരിക്കുന്ന ഇരിക്കാൻ. ആർക്ക്? ഇച്ചായന് ഇരിക്ക്. ഇരിക്കുന്ന സുഖല്ലേ ഇച്ചായ? കുഴപ്പമില്ല. ഇച്ചായ, ഉം. ഈ നിരുപമേന്നുള്ള പേര് ഇച്ചാൻ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടായിരിക്കാം. ഉണ്ടായിരിക്കും അല്ലേ? അവക്കേ എത്ര പട്ടിയാന്നാ പറഞ്ഞത്? 1 2 3 4 പട്ടിയല്ലേ? ഓ, 4 പട്ടിയൊക്കെ ഉള്ളപ്പം എപ്പോഴെങ്കിലും ഏതെങ്കിലുമൊക്കെ അസുഖമായിട്ടൊക്കെ ഹോസ്പിറ്റലിൽ വരുമല്ലേ ഇച്ചായ? ഉം. അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും അവള്. ഉം. അങ്ങനെ വന്നൊരു ദിവസമായിരിക്കും അല്ലേ ഇച്ചായൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയത്? ഉം, ഉം. ഞാനൊരു ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ വെച്ച് എൻ്റെ കാറ് കണ്ട് നിരുപമ കൈ കാണിച്ചു. ഞാൻ എന്താണ് കാരണമെന്നറിയാൻ വേണ്ടി ഞാൻ എൻ്റെ കാറ് നിർത്തി. കാറ് നിർത്തിയപ്പോൾ നിരുപമ പറഞ്ഞു നിരുപമയുടെ സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി എന്ന്. പഞ്ചറായത് കാരണം അവരെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഡ്രോപ്പ് ചെയ്യാൻ ഒരാൾ ആവശ്യപ്പെട്ടിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് മര്യാദകേടല്ലേ എന്ന് കരുതി ഞാൻ പറഞ്ഞു സാരമില്ല കയറിക്കോളൂ എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു വീട്ടിലേക്കാണ് പോകേണ്ടത്, വീട്ടിലാണ് ഡ്രോപ്പ് ചെയ്യേണ്ടതെന്ന്. ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു. ഞാൻ എൻ്റെ വഴിക്ക് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. നല്ല കാര്യം. ഈ നിരുപമയ്ക്കുണ്ടല്ലോ ഇച്ചായനെ പറ്റി പറയുമ്പോഴേ 100 നാവാണെന്ന് അറിഞ്ഞത്. അതെനിക്കറിയില്ല. എനിക്കറിയില്ല. മതി, നിർത്തിക്കോ. ഇങ്ങോട്ട് നോക്ക്. ഇത്രയും അറിയാവുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇച്ചായ എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞത്. എന്തിനാ അങ്ങനെ കള്ളത്തരം പറഞ്ഞത്? പറ, എന്തിനാ കള്ളത്തരം പറഞ്ഞത്? കള്ളത്തരവാ? ഞാൻ സമ്മതിക്കുന്നു. പലപ്പോഴും ഈ ആണുങ്ങൾ കള്ളം പറയുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാവോ? സ്ത്രീകൾ സംശയിക്കുന്ന കാരണം. സ്ത്രീകൾ സംശയിക്കാതിരുന്നാൽ ആണുങ്ങൾ കള്ളം പറയില്ല. ഉറപ്പാണോ? ഉറപ്പാ. ഇനിയിപ്പോ കള്ളത്തരം പറയൂ? നീ എന്നെ സംശയിക്കും? ഇല്ല. എന്നാ കള്ളത്തരം പറയില്ല. ഉറപ്പാണല്ലോ? ഉറപ്പാ. എന്തായാലും നിരുപമയുടെ അടുത്ത് പഠിക്കാൻ പോകണമെന്നുള്ള ആഗ്രഹം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. നന്നായി. ഇനി ഞാൻ എങ്ങാനും അവിടെ പഠിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവള് നേരെ ആ പരിചയം വെച്ചോണ്ട് വീടിനകത്തോട്ട് കയറി വരും. അതെന്തായാലും വേണ്ട. അത് ഇച്ചായനും എനിക്കും ഒരു ബാധ്യതയായിരിക്കും. ഞാൻ വെറുതെ ഇവിടെ തന്നെ ഇരുന്നോളാം. വെറുതെ ഇവിടെ ഇരുന്നാലല്ലേ എനിക്ക് ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഇച്ചായൻ്റെ അടുത്ത് വഴക്കടിക്കാൻ പറ്റത്തുള്ളൂ. പേടിച്ചു പോയല്ലേ? ഐ ലവ് യു. അയ്യടാ.